ഇത് ഷിറിയ പുഴയിലെ പുത്തിക പാലത്തിന് കീഴിലെ കാഴ്ചയാണ്. ഒരു തുള്ളി ജലകണിക പോലുമില്ലാതെ വറ്റിവരണ്ട ജലാംശമില്ലാതെയായിരിക്കുന്നു. നേരത്തെ വേനൽക്കാലത്ത് പോലും ജലസംഭരണിയായി അങ്കടിമുഖർ പുത്തിക ഗ്രാമവാസികൾക്ക് തെളിനീരേകിയ പുഴയാണ് മെലിഞ്ഞുണങ്ങിയിരിക്കുന്നത്. കുടിവെള്ളത്തിനായി ആളുകൾ നെട്ടോട്ടമോടുന്നതാണ് ഗ്രാമാന്തരീക്ഷത്തിലെ കാഴ്ച. ഒടുവിൽ ജലത്തിൻ്റെ ഉറവ തേടിയാണ് ഇവിടുത്തുകാർ പുഴയുടെ മാറിടം കുഴച്ചു തുടങ്ങിയത്. പുഴയുടെ മടിത്തട്ടിൽ റിംഗ് സ്ഥാപിച്ച ജലാംശം പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പുത്തിക പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. മുമ്പെന്ന് പറഞ്ഞെങ്കിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ കുറേ താഴ്ന്നിട്ടാണ് പുഴ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതില്ല. ഇപ്പോൾ കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന എല്ലാ സ്ഥലത്തും കൃഷിയെല്ലാം നശിച്ചിട്ട് എല്ലാം ഉണങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇത് ചെയ്യുന്നതാണ്. നേരത്തെ ഷിറിയ പുഴയുടെ പല ഭാഗങ്ങളിലും വലിയ ഗർത്തങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. കാലാന്തരത്തിൽ കുഴികൾ നികന്നതോടെ പുഴയിലെ സംഭരണശേഷി നഷ്ടപ്പെട്ടു. പിന്നീടാണ് പഞ്ചായത്തിൻ്റെ ജലനിധി പദ്ധതികൾക്ക് പോലും പുഴയുടെ അടിത്തട്ടിൽ കിണർ കുഴിക്കേണ്ട സ്ഥിതി വന്നത്. പുഴയോരങ്ങളിൽ മിക്കയിടത്തും അധികൃതരുടെ അനുമതികൾക്ക് പോലും കാത്തുനിൽക്കാതെ പുഴയിൽ കുഴിയെടുത്ത് ജലം സംഭരിക്കുകയാണ് കർഷകരുൾപ്പെടെയുള്ളവർ. ശുദ്ധമായ കുടിനീര് തേടിയാണ് പുഴയുടെ അടിത്തട്ടിലേക്ക് ഇങ്ങനെ കിണർ കുത്തുന്നത്. ഷിറിയ പുഴയുടെ പല ഭാഗങ്ങളിലും ഇത്തരം കിണറുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തെ അതിജീവിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമെന്താണെന്ന് ഇവിടുത്തുകാർ ചോദിക്കുന്നു. കാസർഗോഡ് പുത്തികയിൽ നിന്നും ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം പ്രദീപ് നാരായണൻ, ന്യൂസ് 18.